ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ SBIF ആശാ സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. SBI ഫൗണ്ടേഷൻ്റെ ഇനീഷ്യേറ്റീവാണ് ഈ സ്കോളർഷിപ്പ്. ഇത് ക്ലാസ് 6 ടു ക്ലാസ് 12 വരെയുള്ള സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഞാൻ മെയിൻലി എൻ്റെ ചാനലിൽ സ്കോളർഷിപ്പ് റിലേറ്റഡ് വീഡിയോസാണ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വല്ല സ്കോളർഷിപ്പ് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മെയിൻലി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നാണ് ഞാൻ പറയണേ. അപ്പോൾ SBIFoundation.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് ആദ്യം നിങ്ങൾ കയറി നോക്കേണ്ടത്. അപ്പോൾ അതിൽ ഓൾറെഡി റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ബ്ലൂ കളർ ഇതിൽ കൊടുത്തേക്കുന്നത് കാണാം, SBI ആശാ സ്കോളർഷിപ്പ് 2024 എന്ന്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ഒരു പേജാണ് ഓപ്പണായി വരിക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ കഴിയും. എത്ര ഫണ്ടാണ് നമുക്ക് കിട്ടുക, അതുപോലെ സ്കോളർഷിപ്പ് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ അപ്ലൈ നൗ എന്നൊരു ബട്ടൺ ഉണ്ടാവും. അപ്ലൈ നൗ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ബഡ്ഡി ഫോർ സ്റ്റഡിയുടെ സൈറ്റിലേക്കായിരിക്കും പോവുക. ഓൾറെഡി ഞാൻ buddyforstudy.com എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത്, അതിലെങ്ങനെയാണ് ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെയാണ് പ്രൈവറ്റ് സ്കോളർഷിപ്പ്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആ വീഡിയോ. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ലൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഞാൻ അതും കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ വലുതാക്കുന്നില്ല. ഇനി ഈ വീഡിയോ ഞാൻ ബേസിക്കായിട്ട് ചെയ്തേക്കുന്നത് സ്കൂൾ സ്റ്റുഡൻസിനുള്ള ഇവരുടെ സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ്. ഇതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനും പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനും IITയിൽ പഠിക്കുന്നവർക്കും IIMൽ പഠിക്കുന്നവർക്കും ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അറിയണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സൈറ്റിൽ ഞാൻ പറഞ്ഞ പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അവർ സ്കോളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷനിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ പേരും ഫോട്ടോയും അവിടെ കൊടുത്തിട്ടുണ്ട്. കേരളയിൽ നിന്നുള്ളവരും ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അത് കഴിഞ്ഞ് ഞാൻ മുമ്പേ പറഞ്ഞു, അവിടെ ഒരു ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ആ സെക്ഷനിൽ അവരെങ്ങനെയാണ് അവർ സെലക്ട് ചെയ്യണേ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. മെറിറ്റ് ബേസ്ഡും പിന്നെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ബേസ്ഡും ആണ് അവർ സെലക്ട് ചെയ്യണ സ്റ്റുഡൻസിനെ. അത് കൂടാതെ അത് കഴിഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇതിൽ നമുക്ക് ഫണ്ട് റിസീവ് ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. ബാക്കിയുള്ള സ്കോളർഷിപ്പ് പോലെ 4 വർഷമൊന്നും അവർ തരില്ല. ഇതിൽ ഇവർ പറയുന്ന 1 ടൈം അവാർഡാണ് ഈ സ്കോളർഷിപ്പ്, ഒറ്റ വട്ടേ കിട്ടുള്ളൂ എന്നാണ് പറയണത്. പിന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്ലൈ നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ബഡ്ഡി ഫോർ സ്റ്റഡിയുടെ ആ ഒരു വെബ്സൈറ്റിലേക്കാണ് പോവുക. അപ്പം ഞാൻ ഓൾറെഡി പിന്നെ ഇത് വെച്ചിട്ടുണ്ട്, ആ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തത്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, 6 to 12 പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അവർക്ക് 75% മാർക്സ് വേണം. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ആനുവൽ ഇൻകം 3 lakhന് താഴെ ആയിരിക്കണം. പിന്നെ അവർ വേറെ നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് 50% സ്ലോട്ടും ഫീമെയിൽ സ്റ്റുഡൻസിനാണ്. പിന്നെ SC/ST സ്റ്റുഡൻസിനും കുറച്ച് പ്രിഫറൻസ് ഉണ്ടാവും. അവാർഡ് കിട്ടുന്നത് 15,000 ആണ്. പിന്നെ ഇതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് അവരവിടെ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഇത്രയുമാണ്. ഞാനിത് എല്ലാം എടുത്ത് വായിക്കുന്നില്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ കൂടെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് പോസ് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സ്കോളർഷിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രൈവറ്റ് സ്കോളർഷിപ്പിനെ പറ്റി അറിയണമെങ്കിൽ കമൻറ്റ് ബിലോ. അതുപോലെ തന്നെ എന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ചോദിച്ചാൽ മതി. കാരണം കമൻറ്റ് സെക്ഷനിൽ കുറേ കമൻറ്റ്സ് വരുന്നതുകൊണ്ടും നിങ്ങളുടെ റിപ്ലൈസ് ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല. ബഡ്ഡി ഫോർ സ്റ്റഡീനെ പറ്റി ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് 2 വട്ടം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സെയിം വീഡിയോ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. അപ്പോൾ അത് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണ് പ്രൈവറ്റ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം.